إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തഖ്വ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ദീനിൻ്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വർഷം കൂടെ ഹിജറ ആസ്പദമാക്കി, അല്ലെങ്കിൽ ചന്ദ്രമാസത്തെ ആസ്പദമാക്കി ഒരു വർഷം കൂടെ അവസാനിക്കുകയാണ്. പെരുന്നാൾ കഴിഞ്ഞ് ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ച് ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തിലാണ് നമ്മളുള്ളത്. ദുൽഹിജ്ജ മാസം പൂർത്തിയാകുന്നതോടുകൂടെ ഒരു ഹിജറ വർഷം, ഒരു ചന്ദ്രവർഷം കൂടെ പൂർത്തിയാവുക കൂടെ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കറിയാവുന്നതുപോലെ മുഹറമാണ് ചന്ദ്രമാസത്തിൽ അല്ലെങ്കിൽ ഹിജറ കലണ്ടർ അനുസരിച്ച് തൊട്ടടുത്തതായി നമ്മൾ പ്രവേശിക്കാനിരിക്കുന്ന മാസം. ദുൽഹജ്ജിൻ്റെയും അതുപോലെ തന്നെ മുഹറമിൻ്റെയും മാസങ്ങളുടെ പ്രത്യേകത രണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസങ്ങളാണ് എന്നതാണ്. നമുക്കറിയാം, 4 മാസങ്ങൾ, 12 മാസങ്ങളിൽ 4 മാസങ്ങൾ അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളാണ്. അതിൽപ്പെട്ടതാണ് മുഹറം ദുൽഹിജ്ജയും. മറ്റു 2 മാസങ്ങൾ റജബും ദുൽഖഅദുമാണ്. അപ്പൊ ഇങ്ങനെ നമ്മളിപ്പോൾ നിലകൊള്ളുന്നത് അള്ളാഹു പവിത്രമാക്കിയ ഒരു മാസത്തിലാണ്. ഈ മാസം അവസാനിച്ച് അടുത്തൊരു മാസത്തിലേക്ക്, അടുത്തൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വീണ്ടും ഒരു പവിത്രമായ മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. മുഹറം ഒരുപാട് പ്രത്യേകതകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള മാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും മുഹറം എന്ന മാസത്തെക്കുറിച്ച് പ്രയോഗിക്കുമ്പോൾ ഒട്ടനവധി സ്ഥലങ്ങളിലാണ് ഷഹ്റുല്ലാഹിൽ മുഹറം എന്ന് പ്രയോഗിച്ചത്, അള്ളാഹുവിന്റെ മാസമായ മുഹറം എന്ന് പ്രയോഗിച്ചതായി നമുക്ക് കാണാൻ പറ്റുക. മുഹറം എന്ന മാസത്തിന്റെ പേര് ലഭിക്കാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ, 2 പ്രബലമായ കാര്യങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഒന്ന്, സുമ്മിയ മുഹറമൻ ലിഅന്നല്ലാഹ ഹറമൽ ജന്നത ഫീഹി അലാ ഇബ്ലീസ്. ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി, സ്വർഗം നിഷിദ്ധമാക്കിയ, ഇബ്ലീസിന്റെ സ്വർഗം നിഷിദ്ധമാക്കിയ മാസമാണ് മുഹറം. അതുകൊണ്ടാണ് ആ പേര് വന്നത് എന്ന അഭിപ്രായമുണ്ട്. രണ്ടാമത് വളരെ പ്രബലമായ മറ്റൊരു അഭിപ്രായം, വഖീല മുഹറമൻ, മുഹറം എന്ന് പറയാൻ കാരണം തഅക്കീദൻ ലിഹുർമത്തിൽ ഖിതാലി ഫീഹി. നമുക്കറിയാം, പവിത്രമായ മാസങ്ങളിൽ കാണിക്കേണ്ട സൂക്ഷ്മതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ആ മാസങ്ങളിൽ യുദ്ധങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്നതാണ്. അതുകൊണ്ട് യുദ്ധം ഹറാമാക്കിയ, അത് പാടില്ല എന്ന് പറഞ്ഞ മാസമായത് കൊണ്ടാണ് മുഹറം എന്ന് ആ പേര് കിട്ടിയത്. ഇത് രണ്ടാണ് പ്രബലമായ അഭിപ്രായം. ഏത് തന്നെയായാലും ഇതിൽ നമുക്കുള്ള ഏറ്റവും വലിയ ഗുണപാഠം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാസം, അള്ളാഹുവിന്റെ മാസം എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച മുഹറമിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. നമ്മളൊക്കെ അറിയാവുന്നതുപോലെ, മനസ്സിലാക്കുന്നത് പോലെ
എല്ലാ മാസവും അള്ളാഹുവിൻ്റെത് തന്നെയാണ്. എല്ലാ മാസവും സംവിധാനിക്കുന്നതും അത് ഖദറാക്കുന്നതും ഒക്കെ അള്ളാഹുവാണ്. പക്ഷെ മുഹറം മാസത്തെക്കുറിച്ച് പറയുമ്പോൾ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മറ്റൊരു മാസത്തിനും ഇല്ലാത്ത വിധത്തിൽ ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറം എന്ന് എടുത്തു പറഞ്ഞത് കാണാം. അതിന്റെ കാരണത്തെക്കുറിച്ച് ഹാഫിദ് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറയുന്നത്, വഖദ് സമ്മൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഹറമ ശഹ്റല്ലാഹ്, അള്ളാഹുവിന്റെ മാസം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറമിന് പേര് കൊടുത്തത് വ ഇലാഫത്തുഹു ഇലല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിലേക്ക് ആ ചേർത്തി പറഞ്ഞത് തദുല്ലു അലാ ശർഫിഹി വ ഫളിഹി, മറ്റെല്ലാ മാസങ്ങളെക്കാളും മുഹറം മാസത്തിനുള്ള പ്രത്യേകതയും ശ്രേഷ്ഠതയും അറിയിക്കാൻ വേണ്ടിയാണ്. ഫഇന്നല്ലാഹ തആല ലാ യുദീഫു ഇലൈഹി ഇല്ലാ ഖവാസ്സ മഖ്ലൂഖാതിഹി, അള്ളാഹുവിൻ്റേത് എന്ന് അള്ളാഹു അവൻ സൃഷ്ടിച്ച ഒരു മഖ്ലൂക്കിനെ ചേർത്തി പറയുന്നുണ്ടെങ്കിൽ അത് അത്രയേറെ ശ്രേഷ്ഠവും അത്രയേറെ പോരിശയും ഷറഫും ഉണ്ടായതുകൊണ്ടാണ്. നോക്കൂ, അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞ ബൈത്തുള്ള, അള്ളാഹുവിന്റെ ഭവനം, അത് ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ പരിഭാവനപ്പെട്ട സ്ഥലമാണ്. ഇങ്ങനെ എല്ലാം കിതാബുള്ള, അള്ളാഹുവിന്റെ ഗ്രന്ഥം, അങ്ങനെ അള്ളാഹുവിലേക്ക് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയെ ഒരു മഖ്ലൂക്കിനെ ചേർത്തി പറഞ്ഞാൽ അത് ആ സൃഷ്ടിയുടെ വലിപ്പത്തെയും അതിന്റെ ശ്രേഷ്ഠതയെ പോരിച്ചയെയുമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു മാസങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മൾ ഇനി 4 ദിവസങ്ങൾ കഴിഞ്ഞാൽ പ്രവേശിക്കാനിരിക്കുന്ന മുഹറം മാസത്തെ അള്ളാഹു ചേർത്തി പറഞ്ഞിട്ടുണ്ട് എന്നത് നമുക്ക് കൂടുതൽ സവിശേഷമായ ഒരു മാസമാണ്, ഒരു സമയമാണ്, ഒരു കാലഘട്ടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെ പവിത്രമായ മാസങ്ങൾ വരുമ്പോഴെല്ലാം ഈ മിമ്പറിൽ നമ്മൾ ഉണർത്താറുണ്ട്. അതിലൊരു കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ നമുക്കുണ്ടാകണം. മറ്റെല്ലാ സമയങ്ങളിലും ഉള്ളതുപോലെ തന്നെ മുഹറമിലും നമ്മൾ ആയിത്തീരാൻ പാടില്ല. ഈ പവിത്ര മാസങ്ങളിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നത് ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കാൻ പാടില്ല. ഒരുപക്ഷെ ഇത്തരത്തിൽ പവിത്ര മാസങ്ങൾ വരുമ്പോഴെല്ലാം ഈ ആയത്തിന്റെ ശകലം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഈ മിമ്പറിൽ നിന്ന് നമ്മൾ ഉണർത്താറുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കരുത് എന്നാണ് ഈ പവിത്രമായ മാസങ്ങളിൽ നമ്മൾ എടുക്കേണ്ട പ്രത്യേക ജാഗ്രതയെക്കുറിച്ച് ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത്, അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് സഫറിലാകുന്നത് പോലെയല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റബിയുൽ അവ്വലിലോ റബിയുൽ ആഖിറിലോ ജുമാദുൽ ഊലയിലോ ഉണ്ടാകുന്നത് പോലെയല്ല. കുറച്ചധികം ജാഗ്രത കാണിച്ച് തിന്മകൾ സംഭവിക്കുന്നതിൽ കൂടുതൽ ജാഗ്രതയോടുകൂടെ കണ്ട് അള്ളാഹു പവിത്രമാക്കി അവന്റെ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് കൂടുതൽ ശ്രദ്ധയോടുകൂടെ ആകണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഹറത്തിൽ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്ന ഒരു ആരാധന അത് നോമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം, റമളാൻ മാസത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റിയ കാലഘട്ടം അത് മുഹറം മാസമാണ്. വഅഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അത് രാത്രി നിസ്കാരമാണ് എന്നതുപോലെ റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നോമ്പ് അനുഷ്ഠിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയം അത് മുഹറം മാസമാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് അത് മുഹറം മാസത്തിലാണ്. അതുകൊണ്ട് ആകെ മൊത്തത്തിൽ ഒരു ജാഗ്രത നമ്മൾ കാണിക്കണം. ഒരു കാര്യം, ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അള്ളാഹു സംവിധാനിച്ച പ്രകൃതിയുടെ രീതി അനുസരിച്ച് ചന്ദ്രമാസമാണ് മനുഷ്യന്റെ ക്രമങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പ്രകൃതിയുടെ രീതി. അതനുസരിച്ച് ഒരു വർഷം കൂടെ കഴിയുന്നു എന്ന ഒരു ആലോചന നമ്മൾ നടത്തുകയും പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ജാഗ്രതയോടുകൂടെ കടക്കാൻ അള്ളാഹു പവിത്രമാക്കിയ മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് എന്ന ബോധം നമുക്ക് അനുഗുണമായി തീരും എന്നർത്ഥം. ഇനി അതുപോലെ തന്നെ മുഹറം മാസത്തിൽ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി ആചരിച്ചു വരുന്ന അനിസ്ലാമികപരമായ ഒരു രീതിയാണ് മുഹറത്തിന് ഒരു നഹ്സ് കൽപ്പിക്കുക. അഥവാ മുഹറം ദുശകുനമായ സമയമാണ്. ആളുകൾ പൊതുവെ വിവാഹങ്ങൾ ആലോചിക്കുമ്പോൾ മുഹറം മാസത്തിലേക്ക് എത്താതെ നോക്കുക. അതുപോലെ തന്നെ വീട് കൂടലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മുഹറം മാസം ആകാതിരിക്കാൻ ശ്രമിക്കുക. ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ഒക്കെ ആരംഭിക്കുമ്പോൾ മുഹറം മാസം ആകാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോഴും നമ്മുടെ ഉമ്മത്തിലെ പലരുടെയും വീട്ടിൽ തൂങ്ങുന്ന കലണ്ടറിൽ മുഹറം മാസത്തിന് ദുശകുനം എന്ന് രേഖപ്പെടുത്തിയതും നമുക്ക് കാണാൻ കഴിയും. അത് ആ വിഷയം മാത്രമല്ല, നമുക്ക് ദുശകുനം എന്നൊരു കാഴ്ചപ്പാട് തന്നെ ഇസ്ലാമിന് അന്യമാണ്, പരിചയമില്ലാത്തതാണ്. ഇതെങ്ങനെ കടന്നു വന്നു? മഹാനായി ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടത് മുഹറം 10-നാണ്. അതൊരു വിശ്വാസിയെ സംബന്ധിച്ച് തീരാ നോവാണ്, ആർക്കും സംശയമില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഓമനത്വത്തോടുകൂടെ തന്റെ കവിളുകളിൽ തന്റെ മാറോട് ചേർത്ത് പിടിച്ച പ്രവാചകന്റെ പേരക്കുട്ടികളിൽ ഒരാൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു വളരെ കാടത്വത്തോടുകൂടെ വധിക്കപ്പെട്ടു എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അത് ആലോചിക്കുമ്പോൾ സ്വന്തം കുടുംബത്തിൽ ഉണ്ടായ വേദനയേക്കാളേറെ
മുറിവും സങ്കടവും ഉണ്ടാക്കുന്നതായിരിക്കണം. അപ്പോഴാണ് അവന്റെ വിശ്വാസം പൂർത്തിയാവുക. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകന്റെ പേരമക്കളിൽ ഒരാൾ വധിക്കപ്പെടുക, അതും വളരെ നിഷ്ഠൂരമായ വധത്തിന് അദ്ദേഹം വിധേയമാക്കപ്പെടുക എന്നത് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിനേറെ വേദനയും സങ്കടവും ഒക്കെ ഉണ്ടാക്കേണ്ടതാണ്. എന്നാൽ അതിനെ ചാരി ഇസ്ലാമിലേക്ക് കടത്തിച്ചേർത്തിയിട്ടുള്ള ഒരുപാട് അനാചാരങ്ങൾ, ഖുറാഫാത്തുകളെ വളരെ ജാഗ്രതയോടുകൂടെ നമ്മൾ കാണണം. നോക്കൂ, ഇസ്ലാമിക ചരിത്രത്തിൽ വിശ്വാസികൾക്ക് എല്ലാവർക്കും വേദനയുണ്ടാകുന്ന രക്തസാക്ഷിത്വം ആദ്യത്തേതും അവസാനത്തേതുമല്ല ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിൻ്റെത്. അദ്ദേഹത്തിന്റെ ഉപ്പ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം വിശ്വാസിക്ക് ഏറെ വേദനയുണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ തൊട്ടുമുന്നേയുള്ള ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം മനസ്സിന് ഏറെ വേദനയുണ്ടാക്കേണ്ടതാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം, രക്തസാക്ഷിത്വം വിശ്വാസിക്ക് ഭയങ്കര നോവുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെയും അവസാനത്തെയും ഇസ്ലാമിലെ രക്തസാക്ഷിയല്ല ഹുസൈൻ റളിയല്ലാഹു അൻഹു. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊലപാതകത്തിൽ സങ്കടമൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുമ്പും ശേഷവുമായി ഇസ്ലാമിക ലോകത്ത് രക്തസാക്ഷിത്വം വഹിച്ച എല്ലാവരോടും നമുക്ക് ഇഷ്ടവും അവരുടെ വേർപാടിൽ വേദനയും അവരെ കൊന്നുകളഞ്ഞവരോടുള്ള ആത്മീയമായ രോഷവും ഒക്കെ വിശ്വാസിക്കുണ്ടാകണം. അപ്പൊ അതിനൊക്കെ മറികടന്ന് നമുക്കാർക്കും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കൊലപാതകത്തിന്റെ തീയതി നമ്മൾ ഓർത്തു വെക്കാറില്ല. അന്നൊരു പ്രത്യേകമായ ദുഃഖാചരണം ആചരിക്കാറില്ല, ആചരിക്കേണ്ടതുമില്ല. അത് ഇസ്ലാമിന്റെ രീതിയുമല്ല. പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രവാചകന് വളരെയധികം വേദനയുണ്ടായ ഒരുപാട് രക്തസാക്ഷിത്വങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉഹുദിൽ മിസ്അബ് ഇബ്നു ഉമൈർ, ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുമ, അവരുടെയൊക്കെ വിയോഗം പ്രവാചകനെ വല്ലാതെ അലട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പിന്നീട് ആ ദുഃഖം ആവർത്തിച്ച് ആ ദുഃഖം ആചരിച്ച് അതൊരു ആരാധനയുടെ ഭാഗമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തെ ഇസ്ലാമിന്റെ ശത്രുക്കൾ വളരെ ബോധപൂർവമായി എടുക്കുകയും അത് മുസ്ലിങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ, വിദ്വേഷങ്ങൾ ജനിപ്പിക്കാൻ, മുസ്ലിം ഉമ്മത്തിനിടയിൽ തന്നെ ഛിദ്രതയുണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമായി എടുത്തിട്ടുള്ള ഒരു അജണ്ടയാണ്. ആ അജണ്ടക്ക് പിന്നാലെ ഷിയാക്കൾ എന്ന് പറയുന്ന ഇസ്ലാമിക ലോകത്തെ ശത്രുക്കൾ, അഹ്ലു സുന്നയുടെ ശത്രുക്കൾ, അവരൊരു വിഭാഗമായി ഏറ്റെടുത്ത് അത് മുഹറം മാസത്തിലെ ആദ്യ മുഹറം മാസം 10 പോകെ മുഹറം മാസം 1 ദുശകുനമായി പ്രഖ്യാപിച്ച് നല്ലതൊന്നും തുടങ്ങാൻ പറ്റാത്ത സമയമായി അതിനാചരിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് മുഹറം 10 അന്ന് ദേഹത്തടിച്ചും വേദനിപ്പിച്ചുമൊക്കെ നമുക്ക് ഈ നമ്മുടെ നാട്ടിൽ ഷിയാക്കളുടെ അത്ര തന്നെ പ്രകടമായ രൂപങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അന്യമായി നിൽക്കുന്ന, എന്നാൽ നമ്മുടെ രാജ്യത്തടക്കം വളരെ വ്യാപകമായി ആചരിക്കപ്പെടുന്ന ഒരു ദിവസമായി മുഹറം 10 മാറ്റി. യഥാർത്ഥത്തിൽ ദുശകുനം ആചരിക്കുക എന്നത് ഇസ്ലാമിന് പരിചയമുള്ള സംഗതിയേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയതു തന്നെ 3 കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങളുണ്ട്. അത് അമ്രുൽ സലാസത്തുൻ ഫി ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ ആചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന 3 കാര്യങ്ങൾ, അത് ജാഹിലിയത്തിന്റെ ബാക്കിപത്രമായി വന്നതാണ്. എനിക്കത് ആ ആചാരങ്ങളുമായി ഇസ്ലാമിനൊരു അഡ്രസ്സും ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ 3-ാമതായി പ്രവാചകൻ എണ്ണി പറഞ്ഞത് ഇങ്ങനെ ശകുനം നോക്കലാണ്. സമയത്തിനും സന്ദർഭത്തിനും കാലത്തിനും ഒന്നും ഒരു പ്രത്യേകതയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ അദ്വ വലാ തുയറ വലാ ഹാമ വലാ സഫർ. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സമാനമായ ഒരു രീതിയിലേക്കാണ്. എന്താ? ശകുനം നോക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അവർ ഒരു പക്ഷിയെ പറത്തിവിടും. എന്നിട്ട് ആ പക്ഷിയെ വെച്ച് പക്ഷിയുടെ പോക്കിനനുസരിച്ച് അവർ ശകുനത്തെ നിശ്ചയിക്കും. ഇങ്ങനെ പോയാൽ നല്ലത്, ഇങ്ങനെ പോയാൽ മോശം, നല്ലതല്ല, ഈ യാത്ര ചെയ്യണോ വേണ്ട എന്ന് തീരുമാനിക്കാൻ അതിനൊരു മാനദണ്ഡമായി എടുക്കുക. ഇങ്ങനത്തെ രീതി പ്രവാചകന്റെ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് ഇസ്ലാമിലേക്ക് വന്നപ്പോഴും ചിലരൊക്കെ അനുഷ്ഠിച്ചു പോന്നിട്ടുണ്ട്. അതൊന്നും ഇസ്ലാമികമല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. നോക്കൂ, നമ്മളെല്ലാ നിസ്കാരത്തിന്റെ ശേഷവും അള്ളാഹുവിനോട് നടത്തുന്ന ദിക്ർ ദുആകളിൽ ഉണ്ടല്ലോ, അള്ളാഹു നീ നൽകിയത് തടയാൻ ഒരാൾക്കും സാധ്യമല്ല, നീ തടഞ്ഞത് നൽകാനും ഒരാൾക്കും സാധ്യമല്ല. ഒരു ഖൈറായാലും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ലൊറും ഷർറും ആയാലും അതൊക്കെയും നിശ്ചയിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാത്തൊരു സൃഷ്ടിക്കും, ഒരു പടപ്പിനും, ഒരു കഴിവിനും, ഒരു ശക്തിക്കും അതിലൊരു നിലക്കുമുള്ള ഇടപെടലിനും സാധ്യമല്ല എന്നതാണ് തൗഹീദ്. അതുകൊണ്ട് കാലത്തിനും സമയത്തിനും ഒന്നും ഒരു പ്രത്യേകതയുമില്ല. മുഹറത്തിലാണെങ്കിലും റബീഉൽ അവ്വലിലാണെങ്കിലും ഇനി ദുൽഹജ്ജയിലാണെങ്കിലും സഫറിലാണെങ്കിലും ജമാദുൽ ഊലയിലാണെങ്കിലും ഏത് സമയത്തിലാണെങ്കിലും സമയത്തിനും കാലഘട്ടത്തിനും ഒന്നും പ്രത്യേകിച്ചൊരു കാര്യം ചെയ്യാനില്ല. മനുഷ്യരായ നമ്മളാണ് ചെയ്യുക. നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അപ്പൊ ഒരാൾ നന്നായി പഠിച്ച് മനസ്സിലാക്കി നല്ല പടവ് കൊടുക്കാൻ, നല്ല പടുത്തുയർക്കാൻ സമയം കൊടുത്തു, നല്ല ആളെ നിശ്ചയിച്ചു, അതിന് വേണ്ട സമയം അവരെടുത്തു, അങ്ങനെ അത് പടുത്തുയർത്തിയാൽ ആ വീട് അവർക്ക് ഭദ്രതയോടുകൂടെ ജീവിക്കാൻ പറ്റും അള്ളാഹുവിന്റെ ഖദർ വരുന്നതുവരെ. ഇനി എത്ര തന്നെ ബലം ഉറപ്പിച്ചുണ്ടാക്കിയ വീടാണെങ്കിലും അള്ളാഹുവിന്റെ ഒരു ഖദർ സംഭവിക്കാൻ ഒട്ടുമേ താമസം അതിനില്ല. ഒരു പ്രയാസവും അല്ലെങ്കിൽ ഒരു നിലക്കുമുള്ള താമസം
അള്ളാഹുവിന്റെ ഒരു ഖദർ സംഭവിക്കാൻ എടുക്കുകയുമില്ല. അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഇങ്ങനെ ശകുനം നോക്കി കാര്യങ്ങൾ നിശ്ചയിക്കുക എന്നത് ഇസ്ലാമിന്റെ രീതിയുമല്ല. അത് ഇസ്ലാമിന്റെ നോക്കൂ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് അള്ളാഹുവിന്റെ മാസമാണ് എന്ന് പഠിപ്പിക്കുകയും അള്ളാഹു പവിത്രമാക്കിയ മാസമാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്ത മുഹറമാണ് നമ്മുടെ നാട്ടിൽ പണ്ഡിത വേഷധാരികളായവർ ഒരു നല്ല കാര്യം തുടങ്ങാൻ പറ്റാത്തതാണ് എന്ന് സമുദായത്തെ കണ്ണുകെട്ടി ഇത്രയും കാലം വിശ്വസിപ്പിച്ചത്. അത് കുറെ ആളുകളൊക്കെ അതിനനുസരിച്ച് അവരുടെ പല കാര്യങ്ങളും നിശ്ചയിച്ച് മുന്നോട്ട് പോരുകയും ചെയ്തു. ഇപ്പോ നമുക്ക് കുറെ കൂടെ ഒക്കെ കാര്യങ്ങൾ നോക്കിക്കാണാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന കാലത്ത് നമ്മൾ തന്നെ ആ പോയ കാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതൊക്കെ വല്ലാത്ത മോശത്തരവും വിഡ്ഢിത്തരവുമാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ അങ്ങനെ ഒരു നിലക്കുള്ള ഒരു നല്ല ശകുനം അല്ലെങ്കിൽ ദുശകുനം അങ്ങനെയൊന്നില്ല. എന്നാൽ ഇസ്ലാം പഠിപ്പിച്ച ചില പ്രത്യേക സമയങ്ങളുണ്ട്. അത് അള്ളാഹുവിന്റെ വഹീ മുഖേന അള്ളാഹു വഹീയിലൂടെ പഠിപ്പിച്ച് പ്രവാചകൻ സ്ഥിരപ്പെടുത്തിയ സമയത്തിന് അതിന് ബർക്കത്തുണ്ട്. അത് ഫജറിന് ശേഷമുള്ള സമയം, അതിന് ബർക്കത്തുണ്ട്, അതിൽ സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൂരിക്കലെ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് അനുഗ്രഹം ബർക്കത്ത് നൽകപ്പെട്ട സമയമാണ് ഫജറിന് ശേഷമുള്ള സമയം. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞ സമയത്തിന് ബർക്കത്തുണ്ട്. എന്നാൽ അതല്ലാത്ത ഹദീസിൽ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയിട്ടില്ലാത്ത യാതൊരു സമയത്തിനും ക്രമത്തിനും ഒരു നിലക്കുമുള്ള ഗുണമോ ദോഷമോ ചെയ്യാനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ ഖദറിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മുടെ പ്രവർത്തനങ്ങളിലാണ് നമ്മൾ ശ്രദ്ധയൂന്നി മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ പിന്നെ ആരെയും പേടിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം നമുക്കില്ല. ഏതെങ്കിലും നിലക്ക് ഒരു പൂച്ച മറുകണ്ഠം ചാടി, ഏതെങ്കിലും നിറമുള്ള ഒരു പൂച്ച നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഒരു നായ പ്രത്യക്ഷപ്പെട്ടു, അത് നായയോ കുതിരയോ എന്തോ ആകട്ടെ, ആ ജന്തു അതിനനുയോജ്യമായ രൂപത്തിൽ അതിന്റെ ചലനങ്ങൾ നിർവഹിക്കുന്നതിനെ നമ്മുടെ ജീവിതവുമായി എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്, നമ്മുടെ കച്ചവടവുമായി ഏത് നിലക്കാണ് ബന്ധപ്പെടുന്നത്, നമ്മുടെ യാത്രയുമായി എന്ത് ബന്ധമാണ് ആ സാധു ജന്തു ചാടിയതോ നിന്നതോ കുറുകിയതോ ആയ കാര്യങ്ങൾ ബന്ധപ്പെടുന്നത്? ഇതൊന്നുമില്ല എന്ന് തിരിച്ചറിയുക. മുഹറം അള്ളാഹു പവിത്രമാക്കിയ മാസമാണ്. ആ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത് കൂടുതൽ ജാഗ്രതയാണ്. എന്റെ ജീവിതത്തിൽ ഒരു വർഷം കൂടെ കൊഴിഞ്ഞുപോയി, എനിക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൂടെ കുറഞ്ഞുപോയി, ഇനി വരാനിരിക്കുന്നതിന് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ സ്റ്റാർട്ടിങ്ങിന് അള്ളാഹു പവിത്രമാക്കിയ ഒരു സമയമുണ്ട്. ആ സമയത്തിൽ എന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ കൂടുതൽ ജാഗ്രതയോടുകൂടെ മുന്നോട്ട് പോകണം എന്നതിനപ്പുറത്ത് ഒരു വിചാരവും ചിന്തയും വിശ്വാസിക്കില്ല. അതോടൊപ്പം പലപ്പോഴായി ഓർമ്മപ്പെടുത്തുന്നത് പോലെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ഷിയാറാണ് ഇസ്ലാമിലെ ഈ അടയാളങ്ങളിൽപ്പെട്ടതാണ് ഈ മാസങ്ങളുടെ കണക്കെന്ന് പറയുന്നത്. അതിൽ കൂടുതൽ ഒരു ശ്രദ്ധയൊക്കെ നമുക്ക് ഉണ്ടാകണം. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇബാദത്തുകളെല്ലാം നിർവഹിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഈ മാസത്തിന്റെ കണക്കനുസരിച്ചാണ്. ഇപ്പൊ ഇദ്ധരിക്കേണ്ട മാസങ്ങളെ ക്രമങ്ങൾ എങ്ങനെയാണ് ഒരു വിശ്വാസി കണക്കൂട്ടുക? അത് ജനുവരി മുതൽ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മുതൽ മെയ് എന്ന കണക്കല്ല. അവർ കൂട്ടേണ്ട കണക്ക് മുഹറത്തിൽ നിന്ന് തുടങ്ങി ദുൽഹിജ്ജയിൽ അവസാനിക്കുന്ന ചന്ദ്രമാസത്തിന്റെ കണക്കെടുത്താണ് ആരാധനയുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും അവർ പരിഗണിക്കേണ്ടത്. അപ്പൊ സക്കാത്ത് കണക്കൂട്ടണം. എങ്ങനെയാ സക്കാത്ത് കണക്കൂട്ടേണ്ടത്? എനിക്ക് ശമ്പളം കിട്ടിത്തുടങ്ങിയത് ജൂൺ മാസത്തിലാണ്, അടുത്ത മെയ് വരെ അല്ല നമ്മൾ കാക്കേണ്ടത്. മറിച്ച് ഞാൻ ശമ്പളം വാങ്ങിയത് ചന്ദ്രമാസ കലണ്ടറിൽ ഏത് മാസത്തിലാണ്, അല്ലെങ്കിൽ ഞാനൊരു സ്വർണം വാങ്ങി എന്റെ സമ്പത്തായി സ്വർണം പ്രോപ്പർട്ടിയായി വന്നു, ആ സ്വർണം ഇനി എന്റെ പക്കൽ ഒരു വർഷം നിൽക്കുമ്പോഴാണ് അതിന് സക്കാത്ത് കൊടുക്കേണ്ടത്. ആ വർഷം കണക്കൂട്ടേണ്ടത് ചന്ദ്രമാസ കലണ്ടർ അനുസരിച്ചാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു ചുറ്റുപാടിൽ അതിനൊക്കെ ഒരു ആവശ്യമായ ശ്രദ്ധയെങ്കിലും കൊടുക്കാൻ നമ്മൾ ഒരുക്കം കാണിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും അവന്റെ കൽപ്പനകളെ സ്വീകരിച്ച് അവന്റെ ദീനിന് പ്രാമുഖ്യം കൊടുത്ത് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ യാ അയ്യുഹന്നാസ് ഊസിക്കും വഇയ്യായ സനിയം ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, നമ്മൾ നാട്ടിലൊരു പൊതുവെ യുവാക്കളും ആളുകളുമൊക്കെ അടുത്തൊരു ഫുട്ബോൾ മാമാങ്കത്തിന്റെ പിന്നാലെ അവരുടെ ചിന്തകളും അവരുടെ പ്രവർത്തനങ്ങളുമൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ യുവാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ വരുന്നത് ഒരല്പം പേടിയോടെ ജാഗ്രതയോടുകൂടെയാണ് ഉമ്മത്ത നിലക്ക് നമ്മൾ കാണേണ്ടത്. എന്താണ്, ഒരുപാട് കാലങ്ങൾക്കപ്പുറത്ത് ആളുകൾ നടത്തുന്ന ഒരു മത്സരം, അതിന്റെ വിനോദത്തിലേക്കല്ല, മറിച്ച് അതിനെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ നടക്കുന്ന ആക്രോശങ്ങളും ആഘോഷങ്ങളും പണം ചെലവഴിക്കുന്നതിനെ കുറിച്ചുമൊക്കെ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഒരു ടീമിന്റെ ആള് 100 അടി വെക്കുന്നു, അപ്പം 200 അടി വെക്കുന്നു, അപ്പൊ 300 അടി വെക്കുന്നു, 400 അടി വെക്കുന്നു. ഇതിനെല്ലാം ചെലവാകുന്ന പണത്തെക്കുറിച്ചൊക്കെ കൂടുതൽ ജാഗ്രത നമുക്ക് ഉണ്ടാകണം. മാത്രമല്ല,
വരുന്ന ഒരു മാസക്കാലം ഇതിൻ്റെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഏറെക്കുറെ പാതിരാ സമയത്താണ് കളികൾ നടക്കുന്നത്. ഈ കളി നടക്കുന്ന സമയത്തൊക്കെ നമ്മുടെ സമൂഹത്തിലുള്ള ഭൂരിഭാഗം ആളുകളും ഉണർന്നിരുന്ന ആ കളി കാണാൻ വേണ്ട എല്ലാ ജാഗ്രതയും എടുത്ത് അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി മുന്നോട്ട് പോകുന്നത് കാണാം. രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, എല്ലാ വിനോദത്തോടും ഇസ്ലാമിനുള്ള ഒരു കാഴ്ചപ്പാട് എന്താന്ന് വെച്ചാൽ വിനോദങ്ങൾ ആകാം, അതിനും വിനോദങ്ങൾക്കൊന്നും ഇസ്ലാം തടസ്സം നിൽക്കുന്നില്ല. ഏതുവരെ ഇസ്ലാമിന് എന്തെങ്കിലുമൊക്കെ ഒരു അടിസ്ഥാനത്തെ അള്ളാഹുവിന്റെ കൽപ്പനകളെ അതിരുകടക്കുന്ന കാര്യങ്ങൾ അവിടെ പ്രവേശിക്കുന്നത് വരെ ആ വിനോദമാകാം. ദീൻ വിലക്കിയ ഒരു കാര്യം അതിലെവിടെ സംഭവിക്കുന്നുവോ അവിടെ അത് ഹറാമായി മാറും എന്നതിൽ തർക്കമില്ല. കളിക്കുന്നത് ഫുട്ബോളാണ്, ഫുട്ബോൾ കളിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഫുട്ബോൾ കളിക്കുന്നത് ഒരു നിലക്കും നമുക്ക് ആ വിനോദത്തെ നമ്മൾ ആക്ഷേപിക്കും. ഒരാൾ ഫുട്ബോൾ കളിക്കുന്നു അല്ലെങ്കിൽ ഒരു ടീം ഫുട്ബോൾ കളിക്കുന്നു എന്നതിലൊന്നുമല്ല നമ്മളെ പ്രശ്നം. മറിച്ച് നമ്മളൊരു നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് ഫുട്ബോൾ കാണാണ്, തീർത്തും ഹറാമാണ്. എന്താ സംശയം? ഒരാളുടെ നിസ്കാരത്തെ ബാധിക്കുന്ന വിഷയത്തിൽ ഒരു വിനോദത്തിനും സ്ഥാനമില്ല. നമുക്ക് രാത്രിയൊക്കെ എഴുന്നേറ്റ് നിന്ന് പിന്നെ ഫുട്ബോൾ കളി കാണാൻ ഒരുങ്ങുന്നവർ അവരാലോചിക്കേണ്ട ഒരു കാര്യം, ആയുസ്സിൽ ഇന്ന് വരെ അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠമാക്കിയ ഒരു സമയത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെടാത്തവർ ആ സമയത്തെ ഒന്ന് കൺകുളിരൊക്കെ കാണാനും എഴുന്നേറ്റ് നിന്ന് ഇബാദത്തുകൾക്ക് വേണ്ടി ജീവിപ്പിക്കുകയും ചെയ്യാൻ വിചാരിക്കുകയോടും ചെയ്യാത്ത ആളുകളാണ് രാത്രി സമയത്തെ ഹയാത്താക്കി മാമ്പാങ്കം കാണാൻ വേണ്ടി ഒരുങ്ങുന്നത്. അപ്പൊ അവരോടൊക്കെ നമുക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം, ആകാം, എല്ലാത്തിനും ഒരു പരിധിയും പരിമിതിയും ഒക്കെ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തെയൊക്കെ ബാധിച്ച് ദീന് പഠിപ്പിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെ അടക്കം പിന്നെ മറന്നു കളഞ്ഞ് ഒരു പരസ്പരം വിദ്വേഷം ജനിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു വിനോദത്തിന് ഒരു നിലക്കും അതൊരു ആശയായി നമുക്ക് കാണാൻ കഴിയില്ല. ഒരു ട്രെൻഡ് എന്താന്ന് വെച്ചാൽ ഇപ്പോ പിന്നെ നല്ലതല്ലേ യുവാക്കൾ ലഹരിയിലേക്കും മറ്റൊക്കെ പോകുന്നതിനേക്കാൾ നല്ലത് ഇതിനൊക്കെ അവരുടെ സമയം ചെലവഴിച്ചാൽ ലഹരിയിലേക്ക് പോകുന്ന ആളുകളെ തടഞ്ഞു വെക്കാലോ എന്നാണ്. അതിന് പക്ഷെ ഭരണകൂടത്തിന് അതൊരു നല്ല തത്വമായി ഒക്കെ തോന്നാം. ഞാനിത് ഉണർത്തുന്നത് വിശ്വാസികളോടാണ്, മിമ്പറിൽ നിന്നാണ്. ഇത് കേൾക്കുന്നവർ പരലോകത്തിലെ കുറിച്ച് വിശ്വസിക്കുന്നവരാണ്. ഖബറിൽ നടത്തുന്ന ചോദ്യോത്തരങ്ങളെ കുറിച്ച് ആലോചിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഉമ്മത്തിനോടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അതെന്താ? അതിപ്പറയുന്ന കാര്യങ്ങളിലൊന്നുമല്ല. ലഹരിയിൽ നിന്ന് മനുഷ്യൻ മാറി നിൽക്കണം എന്നത് തീർത്തും അനിവാര്യമായ കാര്യമാണ്. പക്ഷെ മാറി നിൽക്കേണ്ടത് എവിടേക്കാണ്? വീണ്ടും ഈ സമ്പത്ത് ഒരു നിലക്കും ഉപകാരമില്ലാത്ത, ആർക്കും ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ സരസ്വരം ചെലവഴിച്ച് ചെളിവാരി എറിഞ്ഞ് നമ്മളെ അറിയാത്ത, നമ്മൾ ഒരു നിലക്കും പരിചയപ്പെടാൻ പോലും സാധ്യതയില്ലാത്തവരുടെ പേരിൽ ഇവിടെ വിഭാഗീയത സൃഷ്ടിച്ച് പരസ്പരം ചേരി തിരിഞ്ഞ് പിന്നെ തെറി വിളിച്ചും ആക്രോശിച്ചും ഒക്കെ നടത്തുന്ന ഈ പ്രതിഭാസം ലഹരിക്കെതിരെ ഒരു നല്ല ലഹരിയായി നമുക്ക് അവതരിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതെല്ലാം അവസാനിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വാചകമുണ്ട്, വലാ തജഅലി ദുനിയ അക്ബറ ഹമ്മിന വലാ മബ്ലഗ ഇൽമിന. ചില പ്രാർത്ഥനകൾ നമുക്ക് കാണാം, വലാ ഇലന്നാരി മസ്വീറന. എന്താണ് അള്ളാഹിനോട് നമ്മൾ പ്രവാചകൻ നടത്തിയ പ്രാർത്ഥന? ലാ തജഅലി ദുനിയ അക്ബറ ഹമ്മിന. നമ്മുടെ ദുനിയാവ്, നമ്മുടെ ഏറ്റവും വലിയ ആവേശം, നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഹമ്മ്, നമ്മുടെ താല്പര്യം ഒന്നാകെ ദുനിയാവായി മാറാൻ പാടില്ല. വലാ മബ്ലഗ ഇൽമിന. നമ്മൾ ഈ വിവരം അന്വേഷിച്ച് കണ്ടെത്തുന്നതിന്റെ ലക്ഷ്യം ദുനിയാവായി മാറാൻ പാടില്ല. അങ്ങനെയുള്ള അധമരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. നോക്കൂ, ഈ കാണുന്ന കാര്യമൊക്കെ ആലോചിച്ചാൽ പ്രയോറിറ്റി എന്തിനാണ് ഇവർ കൊടുക്കുന്നത് എന്ന ചോദ്യത്തിന് ഒരിക്കലും ദുനിയാവിനല്ല എന്ന് പറയുക സാധ്യമല്ലല്ലോ. ഇത് ക്ഷണികമായി തീരുന്നതാണ്. അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പം ഇതേതോ നൂറ്റാണ്ടിൽ വണ്ടിട്ടാത്ത ആളുകളെന്നൊക്കെ ആക്ഷേപ സ്വരം കൊണ്ട് ഇത് കേൾക്കുകയും ഇതിനെടുക്കുകയൊക്കെ ചെയ്യുന്നവരോട് ഒട്ടനേകം ഉദാഹരണങ്ങളിൽ മെനിഞ്ഞാന്ന് കഴിഞ്ഞ ഉദാഹരണം നമുക്ക് സൂചിപ്പിക്കാം. കഴിഞ്ഞ മെനിഞ്ഞാന്ന് പറഞ്ഞാൽ എക്സാക്ട് മെനിഞ്ഞാന്ന് ബുധനാഴ്ച ദിവസമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രവർത്തിച്ച ഒരു സഹപ്രവർത്തകനെ, 12+ പഠിക്കുന്ന ഒരു സഹപ്രവർത്തകനെ അവനെ ഖബറിൽ ഇറക്കി വെച്ച് അവന് വേണ്ടി തസ്ബീത്തും ചൊല്ലി മടങ്ങി വന്നത്. ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. വളരെ സജീവമായി അവന്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഇടപെടുന്ന, അവരുടെ സ്കൂളുകളിൽ ഇടപെടുന്ന, ഈ കഴിഞ്ഞ സ്കൂൾ തുറക്കുന്ന കാലത്ത് കുട്ടികൾക്ക് വേണ്ട സാമഗ്രികൾ സമാഹരിച്ചു കൊടുക്കുന്നതിൽ, ദരിദ്രരായ കുട്ടികൾക്ക് വേണ്ട സാമഗ്രികൾ ഒരുമിച്ച് സമാഹരിച്ചു കൊടുക്കുന്നതിൽ മുന്നോട്ട് നിന്ന് അതിന്റെ പ്രവർത്തനങ്ങളുടെ കണക്കുകൾ ക്ലോസ് ചെയ്യുന്നതിന്റെ മുമ്പേ അവൻ ഈ ലോകത്ത് ഇവിടെ പറഞ്ഞുപോയി. വലിയ രോഗിയൊന്നുമല്ല, അവൻ ഒരു രോഗം ഉണ്ടായിരുന്നില്ല. ബുധനാഴ്ച അവൻ മരണപ്പെടുന്നു. ചൊവ്വാഴ്ച രാവിലെ ഫജർ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് അവന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അനുഭവിച്ച തലവേദന, ആ തലവേദന അല്പം സീരിയസ് ആയി തോന്നിയപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയി. പിന്നീട് ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് ഒരു മേജർ ശസ്ത്രക്രിയക്ക് അവനെ വിധേയമാക്കി. അതുകൊണ്ടൊന്നും അള്ളാഹുവിന്റെ തീരുമാനത്തെ തടഞ്ഞു വെക്കാനോ രക്ഷിക്കാനോ നമുക്ക് കഴിഞ്ഞില്ല. ബുധനാഴ്ച രാവിലെ ആകുമ്പോഴേക്കും അവൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി. അതുകൊണ്ട് ആർത്തട്ടഹസിച്ച് എല്ലാം മതിമറന്ന് രാത്രി എഴുന്നേറ്റ് ഈ ആഘോഷങ്ങൾക്കൊക്കെ ഒടുവിൽ
അവിടെ നിന്ന് അള്ളാഹുവിന്റെ തീരുമാനത്തെ മലക്കുൽ മൗത്തിനെ നമ്മൾ നേരിടേണ്ടി വന്നാൽ എന്തായിരിക്കുമെന്ന വസ്തുതയെ ഈമാനിന്റെ വെളിച്ചത്തിൽ കേൾക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ബോധ്യത്തിൽ നിന്ന് ചില ഉത്ബോധനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. അത് പരസ്പരം ഓർമ്മപ്പെടുത്തുന്നതിൽ നമ്മൾ മറന്നുപോകരുത് എന്ന് മാത്രമാണ് ഇത്തരം സംഭവവികാസങ്ങളെ കുറിച്ച് നമുക്ക് സമുദായത്തെ ഉണർത്താനുള്ളത്. അതുകൊണ്ട് ആഘോഷങ്ങൾ വിനോദങ്ങൾക്കൊക്കെ ഒരു അതിരും പരിധിയുമുണ്ട്. അതിനെ ലംഘിച്ച് നമ്മുടെ നിർബന്ധ ബാധ്യതകളെ മറന്നുകളഞ്ഞ് ഈ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അത് ഹറാമായിരിക്കും, നിഷിദ്ധമായിരിക്കും. അത് അവർ പരലോകത്ത് മറുപടി പറയേണ്ടി വരും. സമ്പത്ത് എവിടെ നിന്ന് സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു എന്ന ചോദ്യത്തിന് ന്യായമായ രൂപത്തിലല്ലാതെ നടത്തുന്ന ചെലവഴിക്കലിന് നമ്മൾ മറുപടി പറയേണ്ടി വരും. അപ്പൊ ഞാൻ സമ്പാദിച്ചതല്ലേ, എന്റെ പൈസയല്ലേ എന്നൊന്നും അർത്ഥമല്ല. നമ്മൾ ഈ സമ്പാദ്യം എന്ന് പറയുന്നത് സമ്പാദ്യമായാലും നമ്മുടെ ജീവനായാലും തന്നെ നമ്മുടെ ശരീരമായാലും തന്നെ ഒരു വിശ്വാസിയുടെ അടിസ്ഥാനം എന്താണ്? ഇതിന്റെ ഉടമസ്ഥൻ നമ്മളല്ല. സമ്പത്തായാലും നമ്മുടെ ആയുസ്സായാലും അടക്കം അതിന്റെ ഉടമസ്ഥൻ നമ്മളല്ല. അതിന്റെ കൈകാര്യ കർത്തൃത്വം മാത്രമാണ് നമ്മൾ നിർവഹിക്കുന്നത്. ഉടമസ്ഥൻ ആരാണ്? അത് അള്ളാഹുവാണ്. ആ ഉടമസ്ഥൻ കൽപ്പിച്ചതിനപ്പുറത്തേക്ക് അവന്റെ തീരുമാനങ്ങൾക്കപ്പുറത്തേക്ക് നമ്മൾ ചെലവഴിക്കുന്ന പണത്തിന് അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മറുപടി പറയേണ്ടി വരും എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് ഇപ്പൊ നടക്കുന്ന ഈ പ്രതിഭാസങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ എടുക്കാൻ നമുക്ക് കഴിയില്ല. അത് തീർത്തും പുനരാലോചിക്കപ്പെടേണ്ടതാണ്. അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന യുവാക്കളോട്, ചെറുപ്പക്കാരോട് വീണ്ടും വിചാരങ്ങൾക്ക് നമ്മൾ തയ്യാറാകണം. സൗഹൃദത്തിന്റെ പേരിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മുൻഗണനക്കെടുക്കുന്നത് ബലി കഴിക്കുന്നതിനെ കൂടുതൽ ശ്രദ്ധിച്ചു വേണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൃപ്തിക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സമുദായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, അവരുടെ എല്ലാം പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ഈമാനോടെ സ്വബറോടെ പരീക്ഷണങ്ങളെ നേരിടാൻ ഞങ്ങൾക്കും അവർക്കുമൊക്കെ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. വലുതും ചെറുതുമായി ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള മുഴുവൻ പാപങ്ങളും റഹ്മാനായ റബ്ബെ നിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന റഹ്മാനെ. അള്ളാഹുവെ, പ്രവാചകന്മാരുടെ സിദ്ദീഖീങ്ങളുടെ ശുഹദാക്കളുടെ കൂടെ സ്വർഗീയ അനുഭൂതി ആസ്വദിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഭയാനകരമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا والوالدين من النار. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين.